ഇന്ത്യക്ക് നഷ്ടം സംഭവിച്ചോ ഇല്ലയോ? ഇതിനെക്കുറിച്ച് ദ ന്യൂയോർക്ക് ടൈം ഒരു ചെറിയ ലേഖനം പ്രസിദ്ധീകരിച്ചു. അതിൽ പറഞ്ഞത് പാകിസ്ഥാൻ പറഞ്ഞ കാര്യങ്ങൾ, CNN, ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്, ചൈന, തുർക്കി, ഇവർ പറയുന്നതെല്ലാം പൂർണ്ണമായും കള്ളമാണ്. ഇന്ത്യ വിജയിച്ചു. ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് തന്നെ അവർ നൽകി. ഈ ഒരു സർട്ടിഫിക്കറ്റുമായി ഇന്ത്യക്ക് എവിടെയും പോയി പറയാം ഞങ്ങളാണ് വിജയികളെന്ന്. എന്നാൽ മറ്റുള്ളവരിൽ നിന്നും ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമില്ല. ഓപ്പറേഷൻ സിന്ധൂർ, ഇതിൽ നമ്മൾ എന്തെല്ലാം ചെയ്തു, എങ്ങനെ ഇത്തരമൊരു ശക്തി നമുക്ക് നേടാൻ പറ്റി, ലോകം അതിനെ എങ്ങനെ കാണണം, നമ്മുടെ വിമാനങ്ങളെ നമുക്ക് നഷ്ടമായോ ഇല്ലയോ, ഇതിനെക്കുറിച്ചുള്ള വിശദീകരണമെല്ലാം ഇന്ത്യൻ സർക്കാർ ഒരു സ്റ്റേറ്റ്മെൻ്റായി തന്നെ നൽകിയിട്ടുണ്ട്. ഇതാണ് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഈ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഡീബഗ് ചെയ്യാൻ പോവുകയാണ്. പറഞ്ഞു വന്നാൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിലൂടെ അറിയാൻ സാധിക്കും. ഇന്ത്യക്ക് ഇതൊക്കെ ചെയ്യാൻ സാധിക്കുമോ എന്ന് പലരും ചിന്തിച്ച കാര്യങ്ങൾ പോലും ഇന്ത്യ നേടിയെടുത്തിട്ടുണ്ട്. ഇന്ത്യൻ ഗവൺമെൻറ് അവരുടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ എല്ലാം നമുക്ക് കാണിച്ചിരുന്നുണ്ട്. എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഓപ്പറേഷൻ സിന്ധൂർ ഏപ്രിൽ മാസം 22, മെയ് മാസം 10, 11 ഇതിനിടയിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമായി കാണിച്ചു തരുന്ന ഒരു ലേഖനമാണിത്. ഈ ലേഖനത്തിന്റെ ഒരു വിശദാംശം നമ്മുടെ വാട്സപ്പ് ചാനൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ദയവ് ചെയ്ത് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. അതിൽ പറഞ്ഞിരിക്കുന്നത്, പെഹൽഗാം അറ്റാക്ക് നടത്തി 26 പേർ കൊല്ലപ്പെടുന്നു. ഞങ്ങളുടെ സാധാരണക്കാരെ കൊന്നതിന് ഞങ്ങൾ തീവ്രവാദികളെ ആക്രമിക്കും എന്ന് തീരുമാനിച്ചു. ഓപ്പറേഷൻ സിന്ധൂർ ഇതിനായി ഞങ്ങൾ സൃഷ്ടിച്ചു. ഈ ഓപ്പറേഷനിൽ, അതായത് അതിൻ്റെ ആദ്യ വരിയിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ ഏതൊരു കാരണവശാലും, ഇന്ത്യൻ സൈന്യം ഏതൊരു കാരണവശാലും പാകിസ്ഥാന്റെ അന്താരാഷ്ട്ര അതിർത്തി കടന്നോ അവരുടെ എയർ സ്പേസ് കഴിഞ്ഞോ പോയിട്ടില്ല. ഞങ്ങൾ നടത്തിയ എല്ലാ ആക്രമണങ്ങളും ഇന്ത്യൻ അതിർത്തിക്കുള്ളിലാണ് എന്നും പറഞ്ഞു. നിയന്ത്രണ രേഖയോ അന്താരാഷ്ട്ര അതിർത്തിയോ കടക്കാതെ ഇന്ത്യൻ സൈന്യം തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങളെ ആക്രമിക്കുകയും ഒന്നിലധികം ത്രെഡ്സിനെ ഇല്ലാതാക്കുകയും ചെയ്തു. തന്ത്രപരമായ മികവിനുമപ്പുറം നമ്മൾ ചെയ്തത് പ്രതിരോധത്തിനായി തദ്ദേശീയ ഹൈടെക് സംവിധാനങ്ങൾ നമ്മൾ ഉപയോഗിച്ചു. ഞങ്ങളുടെ സ്വന്തം ഹൈടെക് പ്രതിരോധ സംവിധാന ഉപകരണങ്ങൾ ഉപയോഗിച്ചു ഞങ്ങൾ ഈ പ്രവർത്തനങ്ങൾ നടത്തി. അടുത്തത്, ഡ്രോൺ വാർഫെയറിൽ ഈ ലെയേർഡ് എയർ ഡിഫൻസ് ഇലക്ട്രോണിക് വാർഫെയർ ഈ ഓപ്പറേഷൻ സിന്ധൂർ ഞങ്ങൾ ഉപയോഗിച്ചു എന്നും പറഞ്ഞു. ഡ്രോൺ യുദ്ധം എന്നറിയപ്പെടുന്ന പുതിയ യുഗമാണിത്. ഇതിൽ എയർ ഡിഫൻസ് സിസ്റ്റത്തെ മൾട്ടി ലെയർഡ് എയർ ഡിഫൻസ് സിസ്റ്റവും അതേസമയം ഇലക്ട്രോണിക് വാർഫെയറിൽ നമുക്ക് ആവശ്യമായ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എല്ലാം ഈ ഓപ്പറേഷൻ സിന്ധൂരിൽ നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുത്തു. അപ്പോൾ കോമ്പാക്ട് റെഡി എന്നാണ് ഇന്ത്യ അവിടെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. എയർ ഡിഫൻസ് ക്യാപ്പബിലിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഫസ്റ്റ് ലൈൻ ഓഫ് പ്രൊട്ടക്ഷൻ. അപ്പോൾ എയർ ഡിഫൻസ് ക്യാപ്പബിലിറ്റിയാണ് ഇനി ഒരു യുദ്ധയുഗത്തിൽ ഫസ്റ്റ് ലൈൻ ഓഫ് പ്രൊട്ടക്ഷനായി ഉണ്ടാവുക. ഈ ഫസ്റ്റ് ലൈൻ പ്രൊട്ടക്ഷൻ എത്രത്തോളം നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്, എത്രത്തോളം കൂടുതൽ പ്രൊട്ടക്ഷൻ അധികമാക്കുന്നുവോ അത്രത്തോളം ഒരു രാജ്യത്തെ സംരക്ഷിക്കാനും സാധിക്കും. ഇതും ഇന്ത്യൻ ഗവൺമെൻറ് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഈ ഫസ്റ്റ് ലൈൻ ഓഫ് പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ, ഉദാഹരണത്തിന് നമ്മുടെ പഴയകാല സിനിമകളൊക്കെ കാണുമ്പോൾ ആയുധധാരികളായ ആളുകൾ യുദ്ധത്തിന് മുൻനിരയിൽ ഉണ്ടാകും. അതായത് ഈ അമ്പും വില്ലും വെച്ചുകൊണ്ടുള്ള ആളുകളായിരിക്കും. അതാണ് പ്രതിരോധത്തിൻ്റെ ആദ്യ നിര. ആദ്യ പ്രതിരോധ നിരയിലുള്ള ഇവർ തയ്യാറാകും, ഇവർ അമ്പെയ്യും. വീണ്ടും ശത്രു മുന്നിലേക്ക് വരാൻ തുടങ്ങും. അതിനുശേഷം കുതിരസേന മുന്നേറിപ്പോകും. അവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് പുറകിലായി നമ്മുടെ ആനസേന നീങ്ങാൻ തുടങ്ങും. ആന നീങ്ങി തുടങ്ങുമ്പോൾ ആളുകൾ ചെറിയ ചെറിയ വാഹനങ്ങളിൽ അങ്ങനെ മുൻപിലേക്ക് നീങ്ങാൻ തുടങ്ങും. ഒരു നിരയായി തന്നെ നീങ്ങാൻ തുടങ്ങും. അതിനുശേഷമാണ് നമ്മുടെ സൈന്യത്തെ അയക്കുകയുള്ളൂ. അപ്പോൾ ഇത് പ്രതിരോധത്തിൻ്റെ ഓരോ നിരകളാണ്. ഇതെല്ലാം പഴയകാല യുദ്ധമാണ്. ഒരു മധ്യകാലഘട്ടത്തിൽ നോക്കിയാൽ ആദ്യ പ്രതിരോധ നിര നമ്മുടെ കവചിത വാഹനങ്ങളായിരിക്കും, പീരങ്കികളായിരിക്കും, വളരെ ദൂരെ നിന്ന് ആക്രമിക്കാൻ കഴിവുള്ള ആയുധങ്ങളായിരിക്കും. ഇനി ആധുനിക യുഗമെടുത്താൽ ആദ്യ പ്രതിരോധ നിര അത് ഡ്രോൺ വാർഫെയർ ആണ്. വായുവിൽ പറക്കാൻ കഴിയുന്ന ഡ്രോണുകളെ നമ്മൾ എങ്ങനെ നശിപ്പിക്കുമോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ സൈന്യം മുന്നേറുകയും പിൻവാങ്ങുകയും ചെയ്യുന്നത്. അങ്ങനെ 2025 മെയ് മാസം 7, 8 തീയതികളിൽ പാകിസ്ഥാൻ നമ്മുടെ രാജ്യത്തിൽ പല വഴികളിലൂടെയും നുഴഞ്ഞു കയറാൻ ശ്രമിച്ചു. അതും പ്രധാനമായും അവന്തിപുര, ശ്രീനഗർ, ജമ്മു, പഠാൻകോട്ട്, അമൃത്സർ, കപ്രുത്തല, ജലന്ധർ, ലുധിയാന, അധംപൂർ, ഭട്ടിണ്ട, ചണ്ഡീഗഡ്, നാൽ, പലോട്ടി, ഉത്രാലി, ഭൂജ് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പാകിസ്ഥാൻ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചിരുന്നു. ആ സ്ഥലങ്ങളെയെല്ലാം അൺമാൻഡ് ഏരിയൽ സിസ്റ്റം, ഗ്രിഡ് ആൻഡ് എയർ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ച് നമ്മൾ നശിപ്പിച്ചു എന്ന ഒരു അറിയിപ്പും നൽകി. മാത്രവുമല്ല, മെയ് മാസം 8-ാം തീയതി രാവിലെ ഇന്ത്യയുടെ സായുധ സേന പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ റഡാർ സംവിധാനങ്ങളെല്ലാം തിരിച്ചറിയുന്നു.
ലാഹോറിന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ നിർവീര്യമാക്കുകയും ചെയ്തു. ഇവയെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സിസ്റ്റംസിനെല്ലാം ഒരു പെർഫോമൻസ് ആവശ്യമാണ്. അപ്പോൾ ഈ സിസ്റ്റംസ് ഏതാണ്, പെർഫോമൻസ് എന്താണെന്നുള്ളതും അവരൊരു പട്ടിക നൽകിയിട്ടുണ്ട്. അതിൽ ബാറ്റിൽ പ്രൂവൺ എയർ ഡിഫൻസ് സിസ്റ്റം, യുദ്ധത്തിൽ തെളിയിക്കപ്പെട്ട വ്യോമ പ്രതിരോധ സംവിധാനം. ഇതുവരെയും യുദ്ധത്തിൽ തെളിയിക്കപ്പെട്ട വ്യോമ പ്രതിരോധ സംവിധാനം പല രാജ്യങ്ങളിൽ നിന്നും നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു, കൂടാതെ നമ്മളും സൃഷ്ടിച്ചിരുന്നു. ഇതിൽ ബച്ചോര, OSA, AK, LLAD ഗൺസ്, ലോ ലെവൽ എയർ ഡിഫൻസ് ഗൺസ് ഇതെല്ലാം നമ്മൾ ഉപയോഗിച്ചു. അടുത്തതായി ആകാശ് പോലുള്ള തദ്ദേശീയ സംവിധാനങ്ങൾക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാനും സാധിച്ചു. അപ്പോൾ ആകാശിന് അവിടെ ഒരു അഭിനന്ദനവും നൽകിയിട്ടുണ്ട്. ഇതിന് പുറമെ നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനം, കരസേന, നാവികസേന, വ്യോമസേന, ഇവർ ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം ഒരു മതിൽ പോലെ സൃഷ്ടിച്ചു. ഈ 3 പേരും ചേർന്ന് ഒരു വെർച്വൽ മതിൽ അവിടെ സൃഷ്ടിച്ചു. ഇത് തുളച്ചു കയറാനേ കഴിയാത്ത ഒരു മതിലായിരുന്നു. അതായത് അവരുടെ ഡ്രോൺസിന് ഒരിക്കലും അകത്തേക്ക് തുളച്ചു കയറാൻ കഴിയാത്ത ഒരു അഭേദ്യമായ മതിൽ നമ്മൾ പണിതു. അതായിരുന്നു നമ്മുടെ ബലം, അതായത് നമ്മെ സംരക്ഷിച്ച പ്രധാനപ്പെട്ട ഒരു ബലം. ഇതിന് ആരായിരിക്കണം നേതൃത്വം നൽകിയത്? അല്ലെങ്കിൽ ഇതിന് നമ്മെ സഹായിച്ചത് ഇന്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം, IACCS, ഇന്ത്യൻ എയർഫോഴ്സ് ആയിരുന്നു ഈ ഘടകങ്ങളെ എല്ലാം ഒരുമിച്ച് ചേർത്ത് അഭേദ്യമായ ഒരു മതിൽ സൃഷ്ടിക്കാൻ സഹായിച്ചത്. അപ്പോൾ IACCS, ഈ ഇന്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം, ഇവരായിരുന്നു ഇങ്ങനൊരു മതിൽ സൃഷ്ടിച്ച് ശത്രുവിന്റെ റഡാർ സംവിധാനങ്ങളെ നശിപ്പിച്ചതിന് കാരണമായിരുന്നത്. ഇങ്ങനൊരു ക്രെഡിറ്റും അവർക്ക് നൽകി. ഇതുവരെ നമ്മൾ അറിഞ്ഞത് ഡിഫൻസീവ് ആക്ഷൻസ് ആണ്. അടുത്ത് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് ഒഫൻസീവ് ആക്ഷൻസിൽ എന്തൊക്കെ ചെയ്തു എന്നുള്ളതും പറഞ്ഞു. ഈ ഒഫൻസീവ് ആക്ഷനിൽ പാകിസ്ഥാന്റെ എയർബേസസ് നൂർഖാൻ, രഹീന്ദ്ര ഖാൻ ഇവയെല്ലാം നമ്മൾ കൃത്യമായി തന്നെ നശിപ്പിച്ചു. അതുപോലെ ഹൈ ലെവൽ ടാർഗറ്റ്സിനെയും നമ്മൾ ടെസ്ട്രോയ് ചെയ്തു എന്ന വിവരം നൽകി. അത് ശത്രുവിന്റെ റഡാർ ആയിക്കോട്ടെ, മിസൈൽ സിസ്റ്റം ആയിക്കോട്ടെ, ഇവയെല്ലാം നമ്മൾ നശിപ്പിച്ചു. ഇങ്ങനെ ഇന്ത്യൻ ആസ്തി ഒന്നുപോലും നഷ്ടപ്പെടുത്താതെ നമ്മൾ എല്ലാ ആക്രമണങ്ങളും നടത്തി. ഈ ഒരു ലൈനാണ് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. ഇവയെല്ലാം നമ്മൾ എക്സിക്യൂട്ട് ചെയ്തു വിത്തൗട്ട് ലോസ് ഓഫ് ഇന്ത്യൻ അസറ്റ്. നമുക്ക് റഫേൽ പോയെന്നൊക്കെ പറഞ്ഞു, മിറാഷ് പോയെന്നൊക്കെ പറഞ്ഞിരുന്നു. അല്ല, മറ്റു 2 പ്രധാനപ്പെട്ട വിമാനങ്ങൾ പോയി എന്നൊക്കെ വിവരം വന്നു. ഏതൊരു വിമാനവും നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഇന്ത്യൻ സർക്കാരിന്റെ ഔദ്യോഗിക പ്രസ്താവനയിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആയുധങ്ങൾ തന്നെ കൃത്യമായി ചെന്ന് ഓരോന്നിനെയും നശിപ്പിച്ചതുകൊണ്ട് രാഷ്ട്രീയത്തിലായാലും മറ്റു വിഷയങ്ങളിലായാലും യാതൊരു പ്രശ്നവും സംഭവിക്കാതെ ഈ ഒരു ആക്രമണം നടത്തി അവസാനിപ്പിച്ചതായി ഇന്ത്യൻ സർക്കാർ പറഞ്ഞു. ശരി, ഇനി എത്ര സമയത്തിലാണ് ഈ പൂർണ്ണമായൊരു നഷ്ടം നമ്മൾ പാകിസ്ഥാൻ നൽകിയതെന്ന് ചോദിച്ചാൽ വെറും 23 മിനിറ്റിൽ. ഇതിൽ മറ്റൊരു കാര്യം നമ്മൾ പരിഗണിക്കേണ്ടത് ചൈനയുടെ വ്യോമ പ്രതിരോധ സംവിധാനമായ HQ-9 ഇതൊന്നും പ്രവർത്തിച്ചതേയില്ല. അപ്പോൾ ഇതെങ്ങനെ പ്രവർത്തിച്ചില്ല എന്നൊരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു. അതിനും കൃത്യമായ ഒരു മറുപടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. മറ്റൊന്നുമല്ല, നമ്മൾ അതിനെ പൂർണ്ണമായും ജാം ചെയ്തു. നമ്മുടെ വ്യോമസേന പാകിസ്ഥാന്റെ വ്യോമതാവളത്തെ മറികടന്ന് ചൈനീസ് നൽകിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ എല്ലാം തടഞ്ഞു, ബൈപ്പാസ് ചെയ്ത്, ജാം ചെയ്ത് നശിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ മിസൈൽ അവിടെ പോയതും ശരി, ആ ബേസിനെ ആക്രമിച്ചതും സത്യം, അവിടെ ചൈനയുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ടായിരുന്നു എന്നുള്ളതും സത്യം, അതിനെ നമ്മൾ ജാം ചെയ്തു എന്നുള്ളതും സത്യമാണ്, ബൈപ്പാസ് ചെയ്തു. ഇത് നമ്മുടെ വ്യോമസേന നേടിയെടുത്ത ഒരു വലിയ അച്ചീവ്മെന്റ് ആണ്. ഇവർക്കൊരു വലിയ കരഘോഷം തന്നെ ആവശ്യമാണ്. ഒരു രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ ജാം ചെയ്തിട്ട് നമ്മുടെ മിസൈലുകളെ അകത്തേക്ക് അയക്കുകയും ആരുടെ കണ്ണിൽ പോലും പെടാതെ ശത്രുവിന്റെ വ്യോമതാവളത്തെ ആക്രമിച്ചു. 11-ലധികം വ്യോമതാവളങ്ങളെ നശിപ്പിച്ചു. 150-ലധികം ഭീകരന്മാരെ കൊന്നു എന്നൊക്കെ പറയുമ്പോൾ അതിനേക്കാൾ വലിയ കാര്യം പിന്നെ എന്താണുള്ളത്? അപ്പോൾ ഇന്ത്യക്ക് അറിയാം HQ-9 എങ്ങനെ ജാം ചെയ്യണം എന്ന്, എങ്ങനെ അതിനെ ബൈപ്പാസ് ചെയ്യണമെന്നും അവർക്കറിയാം. പക്ഷെ പാകിസ്ഥാന് അതറിയാത്തത് കൊണ്ടാണ് നമ്മുടെ എയർബേസിൽ അവർ യാതൊരു ആക്രമണവും നടത്താത്തത്. ന്യൂ ടൈംസിൽ പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാൻ പ്രൊപ്പഗണ്ട ന്യൂസ് മീഡിയാസ് എല്ലാം ഈ യുദ്ധത്തിൽ പാകിസ്ഥാൻ ജയിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ അത് കള്ളമാണ്. കാരണം ഇന്ത്യ അവരുടെ വിജയം ഒരു ഉപഗ്രഹ ചിത്രമായി തന്നെ രേഖപ്പെടുത്തിയിരുന്നു. ഇത് ഹൈ റെസൊല്യൂഷൻ, ലോ റെസൊല്യൂഷൻ വീഡിയോ ആയാലും ഇതെല്ലാം നമുക്ക് ലഭിച്ചിരുന്നു. പക്ഷേ പാകിസ്ഥാൻ ഒരു തെളിവ് പോലും നൽകിയില്ല. എന്നിട്ടും ഞങ്ങൾ തന്നെ ജയിച്ചു എന്ന് അവർ ഡിമാൻഡ് ചെയ്യുന്നു. പൂർണ്ണമായും അതവരുടെ നാടകവും പ്രചരണവുമാണ്. അതാരും വിശ്വസിക്കരുത് എന്നാണ് ന്യൂ ടൈംസിലെ ആർട്ടിക്കിൾ പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ ത്രെഡ്സിനെല്ലാം ന്യൂട്രലൈസ് ചെയ്തല്ലോ, അതിനെന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ PL-15 മിസൈലുകളുടെ ഭാഗങ്ങൾ എടുത്തിരുന്നു. തുർക്കിയുടെ ഡ്രോൺസിന്റെ പീസസ് നമുക്ക് ലഭിച്ചിരുന്നു. ലോങ് റേഞ്ച് റോക്കറ്റ്സ്, ക്വാഡ്കോപ്റ്റേഴ്സ്, കൊമേഴ്ഷ്യൽ ഡ്രോൺസ് എല്ലാം തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇവയെല്ലാം നമ്മൾ ന്യൂട്രലൈസ് ചെയ്ത ത്രെഡ്സും എന്നും പറഞ്ഞിട്ടുണ്ട്. അടുത്തതായി നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനം
നമ്മുടെ ഇന്ത്യൻ സൈന്യം എങ്ങനെ അത് ചെയ്തു എന്നുള്ളതും സന്നദ്ധതയെയും ഏകോപനത്തെയും അടിസ്ഥാനമാക്കി ഒരു റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അവരതിൽ പറഞ്ഞിരിക്കുന്നത് കൗണ്ടർ അൺമാൻഡ് ഏരിയൽ സിസ്റ്റം, ഇലക്ട്രോണിക് വാർഫെയർ അസറ്റ്സ്, എയർ ഡിഫൻസ് വെപ്പൺസ് ഇവയെല്ലാം ഞങ്ങളുടെ എയർഫോഴ്സും ഞങ്ങളുടെ സൈന്യവും സംയോജിപ്പിച്ച് ഒരു ഗ്രിഡായി രൂപീകരിച്ചു. ഒന്നിലധികം പ്രതിരോധ ലേഔട്ടുകൾ അന്താരാഷ്ട്ര അതിർത്തിയിൽ നമ്മൾ നൽകിയിരുന്നു. കൗണ്ടർ അൺമാൻഡ് ഏരിയൽ സിസ്റ്റം, ഷോൾഡർ ഫയർഡ് വെപ്പൺസ്, ലെഗസി എയർ ഡിഫൻസ് വെപ്പൺസ്, മോഡേൺ എയർ ഡിഫൻസ് വെപ്പൺസ് ഇവയെല്ലാം നമ്മൾ ഉപയോഗിച്ചുവെന്നും പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്തത്? നമ്മുടെ എയർഫോഴ്സും നമ്മുടെ സൈന്യവും ചേർന്ന് പെട്ടെന്ന് നമ്മുടെ പക്കലുള്ള എല്ലാ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെയും സംയോജിപ്പിച്ചു. അത് ലെഗസി, മോഡേൺ എല്ലാം നമ്മൾ തയ്യാറാക്കുകയും നമ്മൾ കാത്തിരിക്കുകയും ചെയ്തു. ഇതിൽ നമ്മുടെ ISRO ചെയ്ത മറ്റൊരു കാര്യം 10 ഉപഗ്രഹങ്ങളുടെ സഹായത്തോടു കൂടി ഇന്ത്യയെ പൂർണ്ണമായും നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ഇതിലൂടെയെല്ലാം നമുക്ക് എന്തെങ്കിലും ഒരു നേട്ടം കൈവരിച്ചിട്ടുണ്ടാകണമല്ലോ. അപ്പോൾ എന്ത് ബിസിനസ് നേട്ടമാണ് നമുക്ക് ഇതിലൂടെ ലഭിച്ചത് എന്ന ഒരു റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഡ്രോൺ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, DFI എന്നൊരു സംഘടന, ഇതാരും അറിഞ്ഞിരിക്കാൻ സാധ്യതയില്ല. ഈ DFI സംഘടനയിൽ 550 ഡ്രോൺ കമ്പനികളും ഏകദേശം 5500-ലധികം ഡ്രോൺ പൈലറ്റുമാരുമുണ്ട്. ഇന്ത്യയിലുള്ള ഈ 550 ഡ്രോൺ കമ്പനീസിലും 5500-ലധികം ഡ്രോൺ പൈലറ്റ്സും ഉണ്ട്. ഇവർ ചെയ്യുന്നത് ഇന്ത്യയെ ഒരു ഡ്രോൺ ഹബ്ബാക്കി മാറ്റാൻ, ഒരു മാനുഫാക്ചറിംഗ് ഹബ്ബാക്കി മാറ്റാൻ, അല്ലെങ്കിൽ ഡ്രോൺ ഉപയോഗിക്കുന്ന ഒരു കേന്ദ്രമാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ്. ഇത് 2030-ൽ സംഭവിക്കുമെന്ന ഒരു റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഇതുമാത്രമല്ല, നിരവധി പരിപാടികൾ, ഭാരത് ഡ്രോൺസ്, മഹോത്സവ് എന്ന പ്രോഗ്രാംസ് എല്ലാം ഈ ഡ്രോൺസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചെയ്തിട്ടുണ്ട്. ഇതിലെ പ്രധാനപ്പെട്ട കമ്പനികൾ ആൽഫ ഡിസൈൻ ടെക്നോളജി, ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റം, പാരീസ് ഡിഫൻസ് ആൻഡ് സ്പേസ് ടെക്നോളജി, IG ഡ്രോൺസ്, ഇത്രയേറെ കമ്പനികൾ ഇതിലുണ്ട്. 2030 ആഗോള വിപണിയുടെ 12.2% ഇന്ത്യ തന്നെ കൺട്രോൾ ചെയ്യുമെന്ന ഒരു റിപ്പോർട്ടും ഇവർ ഇതിലൂടെ നൽകിയിട്ടുണ്ട്. ഇതുമാത്രമല്ല, പ്രതിരോധ ഉപകരണങ്ങളുടെ ഒരു കയറ്റുമതി 2024-25 24,000 കോടിയായിരുന്നു. ഈ 24,000 കോടി കഴിഞ്ഞ 10 വർഷത്തിന് മുൻപ് കമ്പയർ ചെയ്യുമ്പോൾ 32 മടങ്ങ് കൂടുതലാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. കൂടാതെ 2029-ൽ ഇത് 50,000 കോടിയായി മാറും. ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ കയറ്റുമതി 2047-ൽ ഇന്ത്യ കൈവരിക്കുമെന്നുള്ള ഒരു വിവരവും ഈ റിപ്പോർട്ടിലൂടെ പറയുന്നുണ്ട്. ഈ ഒരു റിപ്പോർട്ടിലെ ഒരു വരി പോലും മിസ് ചെയ്യാതെ എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ പൂർണ്ണ റിപ്പോർട്ടാണിത്. ഇന്ത്യ എന്താണ് ചെയ്തത്, ഇന്ത്യയുടെ ബിസിനസ് എന്താണ്, ഇന്ത്യയുടെ ഭാവി എന്താണ്, ഇന്ത്യ എന്ത് ചെയ്തു, ഇന്ത്യ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇവയെല്ലാം ഈ ഒരു റിപ്പോർട്ടിൽ തന്നെയുണ്ട്. ഇത് മാത്രം നിങ്ങൾക്ക് മതിയാകുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് ഇന്ത്യ എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.